രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതുവരെ നീ മര്യാദയ്ക്ക് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മവ. ഏതാളും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവില് വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? ഫ്ലാഷ് ബാക്ക്. വയസ്സാവും തോറും മനുഷ്യന് ബുദ്ധിയില്ലാണ്ടായാലും എന്താ ചെയ്യാ? ഇനി പ്രാന്തിന്റെ വല്ല തുടക്കവും. ചടങ്ങ് കഴിയട്ടെ, ഇതൊക്കെ ഓരോ കീഴ്വഴക്കങ്ങളല്ലേ. ഇപ്പൊ ഫ്രെയിമിൽ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാവോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലോസപ്പ് അല്ലേ കിട്ടൂ? ക്ലോസപ്പ് അല്ലല്ലോ, നമ്മളെ മൊത്തത്തിൽ കിട്ടണ്ടേ. ഇപ്പൊ നിങ്ങക്ക് കാണാവോ? കുട്ടന്മാര് ഹാപ്പിയാണോ? സബ്സ്ക്രൈബ് ചെയ്ത കുട്ടന്മാര് ഹാപ്പി അല്ലേ? അതറിഞ്ഞാൽ മതി മോക്ക്, ബാക്കിയൊക്കെ പുള്ളിക്കാരി ഓക്കെയാ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഈ ഡ്രസ് അടിപൊളിയാണ്, ദുബായിൽ നിന്ന് ആസിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഓക്കെ, വേറെന്താണ്? തള്ളക്ക് ശരിക്കും മൂത്തിട്ടാ. ഇവള് വല്ല ഉത്തേജക മരുന്നും കഴിച്ചു. എപ്പോ തുടങ്ങിയത്? ദൈവത്തിനച്ച് നമ്മുടെ ബോഡി ഷേപ്പ്. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.